വെറും 1800 സ്ക്വയർ ഫീറ്റിൽ 4 റൂമുകളോട് കൂടിയ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ വർക്കാണ് സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ പ്ലാൻ 2Dയിലെല്ലാം വരഞ്ഞു കഴിഞ്ഞ് അത് ഇതുപോലെ വാക്ക് ത്രൂ വീഡിയോ ആയി അല്ലെങ്കിൽ നമുക്കൊരു മോഷൻ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് രൂപത്തിൽ ഇൻറ്റീരിയർ ഡിസൈൻ കാണുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാർട്ടീഷൻ വാളിൻ്റെ ഡിസൈന്, പാർട്ടീഷൻ വാളിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൺസ്ട്രക്ഷൻ ടൈമിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പുറത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൺസൾട്ടൻസിയാണ്. അപ്പോൾ പ്ലാൻ 3D എലിവേഷൻ ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം അപ്രൂവ് ആയതിനു ശേഷം, അതായത് ക്ലയൻറ്റ് കോൺടാക്ട് ചെയ്യുന്നത് ആദ്യം കൺസൾട്ടൻസി ഫേമിനെ ആയിരിക്കും. അങ്ങനെ കൺസൾട്ടൻസി ഫേം ഇതെല്ലാം ചെക്ക് ചെയ്ത് കൺഫേം ആയതിനു ശേഷം കൺസൾട്ടൻസിയും കോൺട്രാക്ടറും തമ്മിലാണ് റിലേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ കൺസൾട്ടൻസിയായി കോൺടാക്ട് ചെയ്താണ് ചെയ്യാറ്. എന്നാൽ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ്. ഒരു പ്ലാൻ റെഡിയായി കഴിഞ്ഞാൽ ഉടനെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷിംഗ് ടൈമിലാണ് ഇൻറ്റീരിയർ ഡിസൈനും അതുപോലെ തന്നെ എലിവേഷനെല്ലാം ആലോചിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിലുള്ള റിലേഷനും അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു ലെവലിലേക്ക് ഇതെല്ലാം എത്തുന്നില്ല. ഏറ്റവും ലക്ഷറി ആയിട്ട് ചെയ്യുന്ന വീടുകൾക്കെല്ലാം ഈ പറഞ്ഞ രീതിക്ക് പ്ലാനും 3Dയും ഇൻറ്റീരിയറും എല്ലാം കോൺട്രാക്ടർ നൽകിയതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട് ഏറ്റവും ഭംഗിയായി ഇതുപോലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു, കോൺടാക്ട്